നല്ല മൂവിയാണ്. എന്താണ് നല്ല കോംബോ ആണ്. അനുരാഗ കരിക്കിൻ വെള്ളം പോലെ അല്ല, വേറൊരു സീക്വൻസ് ആണ്. അവസാനം വരെ നമ്മളെ പിടിച്ചിട്ടുള്ള ഒരു സിനിമ ടെൻഷനൊക്കെ അടിച്ചു. ആരെ ഇഷ്ടപ്പെട്ടതില്ല? ബിജു മേനോനായിരുന്നു, ആസിഫ് അലി ആയിരുന്നു? ഇവരുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇവരുടെ ഒരു കോംബോ എങ്ങനെയുണ്ട്? ബിജു മേനോനും ആസിഫ് അലി നല്ല കോംബോ ആയിരുന്നു. ബിജു മേനോൻ നല്ല ആക്ടിങ് ആയിരുന്നു. ആസിഫ് അലിയും അതുപോലെ തന്നെ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. എങ്ങനെ അവസാനം വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. അത് കഴിഞ്ഞിട്ടായാലും നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ഉണ്ടാവും. പക്ഷെ ഇന്റർവെൽ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കഴിഞ്ഞാൽ മതി അടുത്തത് കാണാനുള്ളൊരു ആ ഒരു ഇതാണ്. അനുശ്രീ അങ്ങനെ വലിയ ഇതില്ല ഉള്ളത്. പഞ്ചലിമേനം പറയണ്ടായിരുന്നു മലയാള സിനിമയിൽ സ്ത്രീകൾക്കൊന്നും വലിയ റോൾ കൊടുക്കുന്നില്ല. ഈ സിനിമയിൽ എങ്ങനെ സ്ത്രീകൾക്ക് റോൾ ഉണ്ടോ? റോൾ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ മെയിൻ ക്യാരക്ടേഴ്സിനാണ്. ഇതിനൊരു സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ്. അതെ, വെയിറ്റിംഗ് ആണ്. സന്തോഷം. ഇതിന്റെ ഒരു കോംബോ ഭയങ്കര സക്സസ് ആണല്ലോ അല്ലേ? അല്ലെങ്കിൽ പിന്നീട് വന്ന പടങ്ങളൊക്കെ. നായികമാരൊക്കെ എങ്ങനെയുണ്ട്? അനുശ്രീയും മിയ ജോർജൊക്കെ ചെറിയ റോളാണ്. ഇങ്ങനെ പടം പ്രതീക്ഷയായിരുന്നു? ഇങ്ങനെ പ്രതീക്ഷയില്ല. അവസാനം വരെ നല്ല പടം. പൊതുവെ ഇപ്പൊ അഞ്ജലിമേനം പറഞ്ഞു സ്ത്രീകൾക്ക് മലയാള സിനിമയിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ സിനിമയിൽ അവർക്കുള്ളൊരു പ്രാധാന്യമുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ജിസ്റ്റോയുടെ ഇങ്ങനെ ഒരു പടം പ്രതീക്ഷയായിരുന്നു. ഫീൽ ഗുഡ് മൂവിയുടെ ആളാണല്ലോ ജിസ്റ്റോയ്. ഇങ്ങനെ ഒരു ത്രില്ലർ മൂവി വിചാരിച്ചിരുന്നു പുള്ളിയുടെയും? ഇല്ല, പക്ഷെ കൊള്ളാം. നല്ല പടമാണ്. എങ്ങനെയുണ്ട്? ഒരു കിളിമാറിന്റെ സിനിമയാണ്. അവസാനം വരെ നമ്മൾ ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആണ്. ട്വിസ്റ്റ് ഒക്കെ ക്ലൈമാക്സിലേ അറിയത്തുള്ളൂ. നല്ല ത്രില്ലിംഗ് ആണ്. നല്ല മൂവിയാണ്. അനുശ്രീയും മിയ ജോർജൊക്കെ എല്ലാവർക്കും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നൈസ് മൂവിയാണ്. സൂപ്പർ പടം. നല്ല മൂവിയുടെ ആളാണല്ലോ. ജോണർ മാറിയപ്പോഴത്തേക്ക് എങ്ങനെയാണ്? നല്ല ഡിഫറെന്റ് ജോണറാണല്ലോ ഇതിൽ വന്നത്. സക്സസ് ആയപ്പോൾ അത്യാവശ്യം എന്റർടൈനിങ് ആണ്. നല്ല പടം. നല്ല നമ്മൾ ലാസ്റ്റ് വരെ കിളിപാറുന്ന ഒരു സിനിമ. നല്ല ത്രില്ലർ. ഭയങ്കര ടെൻഷൻ അടിപ്പിച്ച് സസ്പെൻസ് ഉണ്ട്. ത്രില്ലറായി. നായികമാരൊക്കെ എങ്ങനെയുണ്ട്? അനുശ്രീയും നല്ലൊരു അഭിനയിച്ചു. ജിസ്റ്റോയുടെ ഒരു ഫീൽ ഗുഡ് മൂവിയുടെ ആളാണല്ലോ സംവിധായകൻ. ഒരു ഇതിലോട്ട് ജോണർ മാറിയപ്പോൾ ചേഞ്ച് ആയപ്പോൾ നല്ല ഫീൽ ഉണ്ട്. കിളിപാറിച്ച് കൊള്ളാം. എങ്ങനെ ഉണ്ടായിരുന്നു? ആസിഫ് അലിയും ബിജു മേനോനും നല്ല പ്രകടനമായിരുന്നു. ഇങ്ങനെ നമ്മൾ അവസാനം വരെ ഭയങ്കര ത്രില്ലടിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അടിപൊളി പടം. അടിപൊളി കാണാം. അടിപൊളി ഒരു ആസിഫ് അലിയുടെ പുതിയൊരു സെറ്റപ്പ്. ഇങ്ങനെ അവസാനം വരെ നമ്മൾ ത്രില്ലടിപ്പിച്ച് ഭയങ്കര അടിപൊളി സൂപ്പർ പടം. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാ. ആ ത്രില്ലടിപ്പിക്കും. ലാസ്റ്റ് സസ്പെൻസാണ്. നമ്മൾ വിചാരിക്കാത്ത ആള് തന്നെയാണ്. നല്ല പടം. കുഴപ്പമില്ല. ബിജു മേനോൻ ആസിഫ് അലി എങ്ങനെയുണ്ട്? നായികമാരൊക്കെ എങ്ങനെയുണ്ട്? അനുശ്രീയും നന്നായിരുന്നു. അവര് സാധാരണ എല്ലാ മൂവിയിലുള്ള പോലെ തന്നെ ഇതിലും നന്നാണ്. നല്ല അഭിനയമായിരുന്നു. അതെ, പെർഫോമൻസ് വൈസ് കൊള്ളാം. നല്ല അതെ, എഡ്ജ് ത്രില്ലറാണ്. നല്ലൊരു പടമാണ്. നായികമാരൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ആവശ്യത്തിൽ കാസ്റ്റിംഗ് കൊള്ളാം. നന്നായിട്ട് ഡയറക്ഷനും കൊള്ളാം. അഭിനയം പെർഫോമൻസ് ഇങ്ങനെ ഒരു പടം പ്രതീക്ഷയായിരുന്നു. അതെ, പ്രതീക്ഷിച്ചില്ല. എല്ലാവരും രണ്ടുപേരും ഗംഭീരമാണ്. അവൾ പ്രതീക്ഷിക്കാത്ത നിലയുള്ളൊരു ഞെട്ടിച്ചു. അടിപൊളിയായിരുന്നു. ഹിസ്റ്ററി ഇത് പ്രതീക്ഷിച്ചില്ല. എല്ലാ പ്രാവശ്യം ഫീൽ ഗുഡ് ആയിട്ട് എടുത്തോണ്ട് സൂപ്പറായിരുന്നു. അടിപൊളി നല്ല പടം. സൂപ്പർ. ബിജു മേനോൻ അടിപൊളി പടം. ആസിഫ് അലി. കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ആയ ബിജു മേനോൻ? നല്ല രസം.